ടോക്സ് വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രണ്ടാമത്തെ മത്സരത്തിൽ GT വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിൽ മത്സരം കാണാത്തവർക്ക് നഷ്ടമെന്ന് പറയാനുള്ള ഒരു ത്രില്ലർ പോരാട്ടത്തിനൊടുവിൽ രാജസ്ഥാൻ വിജയിച്ചു. രാജസ്ഥാൻ ആദ്യം ടോസ് കിട്ടിയിട്ട് അഹമ്മദാബാദ് പിച്ചിൽ ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു നിശ്ചിത 20 ഓവറിൽ എടുക്കുന്ന റൺസ് 210 റൺസാണ് രാജസ്ഥാൻ 20 ഓവറിൽ എടുത്തത്. മറുഭാഗത്തേക്ക് അഹമ്മദാബാദിന്റെ കാര്യത്തിലേക്ക് ഗുജറാത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിന് ശുഭ്മൻ ഗില്ല് കളിച്ചിട്ടില്ല. അവരുടെ നായകനായിട്ട് റാഷിദ് ഖാനാണ് ഉണ്ടായത്. ശുഭ്മൻ ഗില്ല് കളിക്കാത്ത ആദ്യത്തെ മത്സരമാണ് GTക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കുമാർ കുഷാഗ്ര അദ്ദേഹത്തിനെ റിപ്ലേസ് ചെയ്ത് വരുന്നു. ഗില്ല് പുറത്ത്. രാജസ്ഥാന്റെ ബാറ്റിംഗിൽ നമുക്കറിയാം വൈഭവ് സൂര്യവംശി, ജയ്സ്വാളൊക്കെ മികച്ച ഓപ്പണിംഗ് പേഴ്സാണ്. അവർ ഇന്നലെയും അത് പുറത്തെടുക്കുന്നത് നമ്മൾ കണ്ടു. കൃത്യമായിട്ട് പറഞ്ഞാൽ അവർ ആദ്യത്തെ വിക്കറ്റ് പോകുന്നത് 70 റൺസിലാണ് അവർ ആദ്യത്തെ വിക്കറ്റ് പോകുന്നത്. വൈഭവ് സൂര്യവംശിയാണ് ആദ്യത്തെ വിക്കറ്റ് പോകുന്നത്. റാഷിദ് ഖാന്റെ പന്തിൽ ഫിലിപ്സ് പിടിച്ച് പുറത്താക്കുമ്പോൾ അദ്ദേഹത്തിന് 31 റൺസ്. ജയ്സ്വാൾ മറുഭാഗത്ത് യശസ്വി ജയ്സ്വാൾ അദ്ദേഹം 36 പന്ത് 55. അദ്ദേഹത്തിന് റബാഡ ബൗൾഡാക്കി വിടുകയാണ് ചെയ്തത്. പിന്നെ ധ്രുവ് ജുറലിന്റെ മികച്ച പ്രകടനം നമ്മൾ എടുത്തു പറയണം. അദ്ദേഹം 75 റൺസാണ് ധ്രുവ് ജുറലിന് അടിച്ചങ്ങ് പൊട്ടിച്ചത്. 41 പന്തിലാണ് ഈ ഒരു പ്രകടനം എന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ റയാൻ പരാഗിന്റെ കാര്യം. പരാഗ് ഇപ്പോ ഇന്ന് ആദ്യത്തെ പന്തിൽ റബാഡനെ 6 അടിക്കുന്നത് ഒരു സൂപ്പർ ഷോട്ടായി എഫക്ട് ചെയ്യുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? 4 ബോളിൽ 8 റൺസ്. പരാഗിനെ മോശമായിട്ട് കാണുന്നില്ല. അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി ഒക്കെ നല്ല ഇമ്പ്രൂവ്ഡ് ക്യാപ്റ്റൻസി ആയിരുന്നു. കാരണം അത് കളി കണ്ടവർക്ക് മനസ്സിലാവും എന്തായിരുന്നു പരാഗിന്റെ ക്യാപ്റ്റൻസി ഇവിടുത്തെ ക്വാളിറ്റിയാണ്. പിന്നെ ഇപ്പൊ രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് അവരുടെ ഇപ്പോ രവീന്ദ്ര ജഡേജ ആയാലും മറ്റു ബാറ്റ്സ്മാൻ ഷിംറോൺ ഹെറ്റ്മേറിന്റെ ആയിരുന്നു. അദ്ദേഹം 18 റൺസാണ് ഹെറ്റ്മേർ എടുക്കുന്നത്. ഹെറ്റ്മേർ 18 റൺസ് 8 പന്തിൽ 18. ഹെറ്റ്മേർ ആനടിക്കാനുള്ള ശ്രമത്തിനിടെ ഔട്ടായി. അത് നല്ലൊരു കിടിലൻ ക്യാച്ചായിരുന്നു നമ്മുടെ സിറാജിന്റെ. ഡോണോവൻ പെരേര 3 ബോളിൽ റൺസ്. രവീന്ദ്ര ജഡേജ 7 റൺസ്. ജോഫ്രെ ആർച്ചർ റൺസ്. അങ്ങനെ 20 ഓവറിൽ അവർ 210 റൺസ് എടുക്കുന്നു. ബോളിംഗിൽ സിറാജ് 4 ഓവറിൽ 48 റൺസ് കൊടുത്തു, 1 വിക്കറ്റ്. കാഗിസോ റബാഡ 4 ഓവറിൽ 42 അശോക് ശർമ്മ 4 ഓവറിൽ 37 പ്രസിദ്ധ് കൃഷ്ണ 4 ഓവറിൽ 43 ക്യാപ്റ്റൻ റഷീദ് ഖാൻ 4 ഓവറിൽ 39 അഹമ്മദാബാദ് പിച്ചിൽ 230 റൺസ് ചെയ്തത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത് അവിടെ ഒന്നാമത് 200 മുകളിൽ സ്കോർ വന്ന ഫസ്റ്റ് ഇന്നിംഗ്സിൽ ജയിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ മാക്സിമം സ്കോർ അടിക്കാൻ വേണ്ടി തീരുമാനിച്ചെടുത്തത്. പക്ഷെ മറുഭാഗത്ത് വരുമ്പോൾ ഗുജറാത്തിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തത് കുമാർ കുഷാഗ്രയും സായി സുദർശനുമാണ്. രണ്ടുപേരും കൂടി നല്ലൊരു കൂട്ടുകെട്ടായി തുടക്കത്തിലൊക്കെ കൊടുത്തത്. കുഷാഗ്ര പോകുന്നത് 78 റൺസ് എടുക്കുമ്പോഴാണ് കുഷാഗ്ര വീഴ്ന്നു പോകുന്നത്. കുഷാഗ്ര ഔട്ടാവുന്ന യഥാർത്ഥത്തിൽ പരാഗിന്റെ പന്തിൽ ഹെറ്റ്മയർ പിടിച്ച് കുഷാഗ്ര പോകുന്നു. മറുഭാഗത്ത് സായി സുദർശൻ നല്ല രീതിയിൽ അടിച്ച് കളിക്കുന്നുണ്ട്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ ജോസ് ബട്ട്ലർ ആണ് 1 ഡൗൺ ആയിട്ട് ഇറങ്ങിയത്. ബട്ടറും സുദർശനും കൂടി നല്ല രീതിയിൽ കളിച്ചു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇമ്പാക്ട് ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ രവി ബിഷ്ണോയ്. രാജസ്ഥാന്റെ കളി മാറിയെന്നെടുക്കുന്നതാണ് രവി ബിഷ്ണോയ് വരുന്നത്. അദ്ദേഹമാണ് ഇന്നലെ മാൻ ഓഫ് ദി മാച്ച്. ആ ഒരു കെട്ടുണ്ടല്ലോ ഒരു മിഡിൽ പേസിൽ 6 ഓവറിൽ 5 വിക്കറ്റുകളാണ് വീണത്. കൃത്യമായിട്ട് പറഞ്ഞാൽ രവി ബിഷ്ണോയ് എടുത്ത വിക്കറ്റുകൾ നിങ്ങൾ നോക്കണമെന്ന്. രവി ബിഷ്ണോയ് കൃത്യമായിട്ട് പറഞ്ഞ സായി സുദർശനെ അദ്ദേഹം വീഴ്ത്തി, നമ്മുടെ ഗ്ലെൻ ഫിലിപ്സിനെ വീഴ്ത്തി, വാഷിംഗ്ടൺ സുന്ദറിനെ എടുത്തു, രാഹുൽ തവാട്ടിയെ എടുത്തു. അങ്ങനെ മിഡിൽ പേസിലെ 4 വിക്കറ്റുകൾ റിലീസ് എടുത്തു. അങ്ങനെ അടക്കം 5 വിക്കറ്റുകൾ വീണു. ബട്ട്ലറിനെ ബർഗറും പുറത്താക്കി കമ്മീഷണർ മേടിച്ചിട്ട്. ബട്ട്ലർ അവർക്ക് ഒരു 5 വിക്കറ്റ് വരെ ബട്ട്ലർ ഉണ്ടായിരുന്നു. ബട്ട്ലറിൽ അവർക്ക് പ്രതീക്ഷ ഉണ്ടായി. ബട്ട്ലർ ഇന്നലെ 14 പന്തിൽ 26 റൺസ്. ടച്ചിലേക്ക് വന്നു എന്ന് തോന്നി, പക്ഷേ പോയി. അതൊരു അനാവശ്യ ഷോട്ടായിരുന്നു. അത് ക്യാച്ച് ഔട്ട് ആവുന്നു. 26 റൺസ്. ഷാറൂഖ് ഖാൻ ഇമ്പാക്ട് ആയി കിടക്കുന്നു. ഷാറൂഖ് ഖാൻ യഥാർത്ഥത്തിൽ ഇന്നലെ റൺഔട്ട് ആയതാണ്. 4 പന്തിൽ 11 റൺസാണ് ഷാറൂഖ് ഖാൻ എടുക്കുന്നത്. അപ്പൊ രവി ബിഷ്ണോയുടെ കാര്യത്തിലാണ് അദ്ദേഹം ഇന്നലെ മാൻ ഓഫ് ദി മാച്ച്. അദ്ദേഹം കളിക്കേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസൺ എനിക്ക് അത്ര നല്ല സീസൺ ആയിരുന്നില്ല. അപ്പൊ ഇന്നലെ ഞാൻ അതിനു വേണ്ടി എന്റെ എല്ലാം സമർപ്പിച്ചിട്ട് തന്നെ കളിച്ചിട്ട് ടീമിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ എന്റെ കുറച്ച് ലെങ്ത്തുകളൊക്കെ മിസ്സായിട്ടുണ്ട്. പക്ഷെ ഈ സീസണിൽ ഞാനത് ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ എന്റെ ഫേവറേറ്റ് വിക്കറ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ തെവാട്ടിനെ പുറത്താക്കി വിക്കറ്റ് ആയിരിക്കും. കാരണം രാഹുൽ തെവാട്ടിനെ പുറത്താക്കി വിക്കറ്റ് എന്തുകൊണ്ട് ഫേവറേറ്റ് വെച്ചാൽ ഈ കളിയിൽ തെവാട്ടി അവസരം വരുന്നാൽ മാച്ച് അനായാസമായിട്ടും
ഇവിടെ ഗുജറാത്തിൽ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പിന്നെ പരാഗ് വരുന്നൊരു കാര്യമുണ്ട്. പരാഗ് വരുന്നു ശരിക്കും ഈ എന്താ ക്രെഡിറ്റ് എനിക്കല്ല വരുന്നുണ്ട്, ജുറല്ല കൊടുക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ 19ാമത്തെ ഓവർ ജോഫ്രെ ആർച്ചർ വരുന്നുണ്ട്. 12 ബോളിൽ 15 റൺസാണ് ജയിക്കാൻ പറ്റുന്ന അവസാനം. ആ സമയത്ത് റബാഡയും റഷീദ് ഖാനും ക്രീസിൽ 12 പന്തിൽ 15 റൺസ്. അപ്പൊ ശരിക്കും റാഷിദ് പരാഗ് വരുന്നത് വെച്ചാൽ ഞാൻ തുഷാർ ദേശ്പാണ്ഡെക്കാണ് ഓവർ കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ജുറൽ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു, ജോഫ്രെ ആർച്ചർ ബോൾ ചെയ്യട്ടെ, ജോഫ്രെ ബോൾ ചെയ്യട്ടെ, എന്നാൽ കുറച്ചും കൂടി കളി നമ്മളെ രീതിയിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന രീതിയിൽ പറഞ്ഞു. ജോഫ്രെ ആർച്ചർ ആ ഓവറിൽ വെൽഡൺ ആയിട്ട് അദ്ദേഹം വെറും 3 റൺസ് ഔട്ട് കൊടുത്തത്. പിന്നെ ഒരു ഓവറിൽ 12 റൺസ്. അവസാനത്തെ ഓവറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റാഷിദ് ഖാന്റെ ആദ്യത്തെ ബോൾ റാഷിദ് ഖാൻ മിസ്സാക്കുന്നു, പിന്നെ സിംഗിൾ എടുക്കുന്നു, ഔട്ട് ആവുന്നു, അങ്ങനെ സംഭവിച്ചില്ലേ. അങ്ങനെ 6 റൺസിന് അവർ കംഫേർട്ടായി ജയിച്ചു. ആ അവസാനത്തെ 2 ഓവറാണ് കളി മാറിയത്. പിന്നെ റാഷിദ് ഖാന്റെ കുറച്ച് കമ്മി എടുത്ത് പറയണം. ഇദ്ദേഹത്തിന്റെ കമ്മി എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഒരു നിമിഷത്തിൽ അങ്ങനെ അവർ അങ്ങേയറ്റം പോകുന്ന കളിയിലായിരുന്നു. റാഷിദ് ഖാൻ 16 പന്തിൽ 24 റൺസ് എടുക്കുന്നത്. അദ്ദേഹം അവസാനം വരെ പിടിച്ചു നിന്നുകൊണ്ട് മാത്രമാണ് ആ ഒരു സ്കോർ ബോർഡിലേക്ക് എത്തിയത്. 190 ആവൂലായിരുന്നു, അല്ല അത്ര ആവുമായിരുന്നുള്ളൂ. ഇപ്പോ ഗുജറാത്ത് കളിച്ച 2 കളി പൊട്ടിയിട്ടുണ്ട്. ഗുജറാത്തിന്റെ കാര്യം നമ്മൾ അന്നേ പറഞ്ഞു വരാം. ഗുജറാത്തിന് ഇപ്പൊ ബാറ്റിംഗിൽ 3 പ്ലെയർ പോയി പിന്നെ കളിക്കാനാളില്ല. ഫിലിപ്സൊക്കെ ഫോമോട്ടാണ്, ഇപ്പോൾ വലിയ ഫോമിലല്ല, ബട്ടറും പൂർണ്ണ ഫോമിലേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ ഗില്ല് കളിച്ചിട്ടില്ലെന്ന കാര്യം മറക്കുന്നില്ല. പക്ഷെ എന്നാലും വരെ ബോൾ ചെയ്തപ്പോ സിറാജിന് ക്ലിക്ക് ആയിട്ടില്ല, റാഷിദ് ക്ലിക്ക് ആയിട്ടില്ല, പ്രസിദ്ധ് കൃഷ്ണ റബാഡെയും പഴയ മികവിലേക്ക് ഉണ്ടോ സംശയങ്ങളുണ്ട്. രാജസ്ഥാൻ 2 കളിയും ജയിച്ചിട്ടുണ്ട്. അതിപ്പോ അവര് ടീമിന്റെ ഗുണം ഒരു ഇതുകൊണ്ടാണോ അതോ ദിവസത്തെ പ്രത്യേകത അറിയില്ല. കാരണം ചെന്നൈയിലെ അവർ പൊട്ടിച്ചു, ഗുജറാത്തിനെയും പൊട്ടിച്ചു. ഗുജറാത്തിന് ഇപ്പോ തിരിച്ചു വരാൻ പറ്റുമോ വെച്ചാൽ തിരിച്ചൊക്കെ വരാൻ പറ്റും. പക്ഷെ കാരണം സീസൺ തുടങ്ങിയതേ ഉള്ളൂ. അവരുടെ ടീമിന് ഇനിയിപ്പോ ഫോം ആയാൽ ബട്ടറൊക്കെ ഫോം ആവണം. പക്ഷെ അതിന് കുറെ കാലങ്ങളായിട്ട് ഔട്ട് ഓഫ് ഫോമിലാണ്, അവർ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇപ്പോ രാജസ്ഥാന്റെ ബോളിംഗ് നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോഫ്രെ ആർച്ചർ 4 ഓവറിൽ 38 റൺസ് കൊടുത്തു. ആർച്ചർ 38 റൺസ് കൊടുത്തു പറയുമ്പോൾ അദ്ദേഹം 3 ഓവറിൽ കൊടുത്ത റൺസ് എത്രയാണ്? 35. 4ാമത്തെ ഓവർ അറിയുമ്പോൾ അദ്ദേഹം 3 റൺസാണ് കൊടുത്തത്, ഇമ്പോർട്ടന്റ് ഓവർ എന്നത്. പിന്നെ നാൻഡ്രെ ബർഗർ 3 ഓവർ 29, സന്ദീപ് ശർമ്മ 3 ഓവർ 24, തുഷാർ ദേശ്പാണ്ഡെനെ ഇവിടെ കളിയാക്കിയ കുറെ ടീമുണ്ട്. ചെണ്ടയാണ് മറ്റേതാണ്. ദേശ്പാണ്ഡെയുടെ ഇപ്പൊ കളി കണ്ടിട്ട് കുറെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കുറെ ടീമിന്റെ ആൾക്കാർക്കൊക്കെ ഇപ്പൊ തിരിച്ചെടുക്കണമെന്ന് തോന്നുന്നുണ്ടാവും. 3 ഓവർ 24 റൺസ്. രവീന്ദ്ര ജഡേജയുടെ കാലം കയറി കപ്പാസിറ്റി കഴിഞ്ഞത് പുറത്തേക്ക് ടീമുണ്ട്. 2 ഓവർ 25 റൺസാണ് ജഡേജ കൊടുത്തത്. റയാൻ പരാഗ് 1 ഓവറിൽ 11, രവി ബിഷ്ണോയ് 4 ഓവറിൽ 41 4 വിക്കറ്റ്. അദ്ദേഹം 41 റൺസ് കൊടുത്തിട്ടുണ്ട് ശരിയാണ്, പക്ഷെ 4 വിക്കറ്റ് എടുത്തില്ലേ, 4 ക്രൂഷ്യൽ വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയില്ലേ. അപ്പോ കൂടുതലൊന്നും പറയാനില്ല. മികച്ച രീതിയിലേക്ക് തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കാം. അപ്പൊ കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.